നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ മിത്ര. ആയുർദർശൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണക്കാലമാണല്ലോ, എല്ലാവരും സദ്യയൊക്കെ കഴിക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ സദ്യയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സദ്യ എന്ന് പറയുന്നത് രുചികളുടെ ഒരു വിരുന്ന് തന്നെയാണ്. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് സദ്യ. അതായത് പ്രോട്ടീൻസ്, പ്രോബയോട്ടിക്സ്, ഫൈബർ കണ്ടന്റ് ഒക്കെ കൂടുതലുള്ള മികച്ചായിട്ടുള്ള ഒരു സമീകൃതമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഈ സദ്യയിലെ വിഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ആയുർവേദത്തിൽ ഒരു ഭക്ഷണം സമ്പൂർണ്ണമാകുക എന്ന് പറയുന്നത് അതിൽ 6 രസങ്ങൾ ചേരുമ്പോഴാണ്. അതായത് മധുരം, പുളി, ഉപ്പ്, കയ്പ്പ്, എരിവ്, ചവർപ്പ് തുടങ്ങിയിട്ടുള്ള 6 രസങ്ങളും കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് നമ്മളത് ഫുഡ് പൂർണ്ണതയിലെത്തി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് സദ്യയിൽ എന്ന് പറയുമ്പം എല്ലാ വിഭവങ്ങളിലും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വിഭവങ്ങൾ, അതായത് 6 രസങ്ങളും കൂടെ ഉൾപ്പെട്ടതാണ് വിഭവങ്ങൾ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരോഗ്യത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, നമ്മുടെ ദോഷങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും, ദഹന വ്യവസ്ഥയെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സദ്യ കഴിക്കുന്നതിലൂടെ ബോഡിയിൽ ബെനിഫിറ്റ്സുകൾ ഉണ്ടാവും. അതുപോലെ ദഹനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ജീരകവെള്ളം കുടിക്കുന്നത്, അതുപോലെ മോര് കുടിക്കുന്നത്, അതുപോലെ ജിഞ്ചർ ടീ പോലെയുള്ള പ്രിപ്പറേഷൻസ് കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഹെവി ആയിട്ടുള്ള ഒരു സദ്യ കഴിച്ചു കഴിഞ്ഞാൽ 10-15 മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഹെവിയാണ് നമ്മൾ ലഞ്ച് എങ്കിൽ എപ്പോഴും ഡിന്നർ ലൈറ്റായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എപ്പോഴും സദ്യ കഴിക്കുന്ന സമയത്ത് കൂടെ നമ്മൾ ചൂടുവെള്ളം മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം തണുത്ത വെള്ളം കുടിക്കുന്ന സമയത്ത് ദഹനശക്തി അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഭയങ്കര ഒരു ഹെവിനെസ് തോന്നാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തോടൊപ്പം എപ്പോഴും ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത്.